ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൻ കറി. ഓക്കെ, സോ മട്ടൻ കറിയുടെ കോംബോ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരിയാണ് കേട്ടോ, നൈസ് പത്തിരി. സോ ലെറ്റ് സീ ഹൗ വി കുക്ക് ദ മട്ടൻ കറി. സോ അതിനായിട്ട് ആദ്യം തന്നെ മട്ടൻ വേണം. 1/2 kg മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ചേർക്കുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പ്രഷർ കുക്കർ. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ മട്ടൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനെ ആദ്യം തന്നെ കുക്കറിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒണിയൻ ആൻഡ് ദെൻ ഒരു 10-15 ചെറിയുള്ളി, പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളകും ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നീട് നമുക്ക് ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി കുഴച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യാനുസരണം, വലിയ ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പിന്നീട് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടോളൂ കേട്ടോ. അതിനുശേഷം കൈ വെച്ച് നന്നായി കുഴയ്ക്കുക. ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വരണം. അതുപോലെ നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ആൻഡ് ദെൻ 1/2 ടീസ്പൂൺ ഗരം മസാല ആൻഡ് പെപ്പർ പൗഡർ, എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ ഇട്ടോളൂ. ആൻഡ് എ സ്ക്വീസ് ഓഫ് ലെമൺ. ഇനി കുക്കർ അടച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പത്തിരി ചുട്ടെടുക്കാൻ പോവുകയാണ്. പത്തിരി ഉണ്ടാക്കുന്ന ഞാനിവിടെ കാണിച്ചിട്ടില്ല, പത്തിരി ചുട്ടെടുക്കുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ എൻ്റെ പത്തിരി എല്ലാം ഇവിടെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ മെല്ലെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. കണ്ടോ, കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണേ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വറവും കൂടെ ചേർക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണയിലേക്ക് ചുമന്ന ഉള്ളിയും പിന്നെ കുനുകുനാ അരിഞ്ഞ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കറിയിലേക്ക് തൂമിച്ചൊഴിക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കറി നന്നായി കുറുകിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ പച്ചമുളകും കുരുമുളക് പൊടി മാത്രമേ എരിവിന് യൂസ് ചെയ്തിട്ടുള്ളൂ, മുളക് പൊടി യൂസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, സോ നമ്മുടെ പത്തിരി ആൻഡ് മട്ടൻ കറി ഈസ് റെഡി ടു സെർവ്.